ഇപ്പം ഞാൻ പോകുന്നത് ഇടുക്കി ജില്ലയിലെ സൂര്യനെല്ലി എന്ന് പറയുന്ന വില്ലേജിലേക്കാട്ടോ. ഒരു ടെൻറ്റ് സ്റ്റേ ആണ് ഞാൻ ബുക്ക് ചെയ്തേക്കുന്നത്. സോളോ ആയിട്ടാട്ടോ പോകുന്നത്. മൈൻഡൊക്കെ ഒന്ന് ഫ്രഷ് ആക്കാൻ വേണ്ടി ഒന്ന് പോകാൻ തീരുമാനിച്ചത്. പെട്ടെന്നായിരുന്നു തീരുമാനമൊക്കെ. പെട്ടെന്ന് ലാസ്റ്റ് മിനിറ്റിൽ ഞാൻ KSRTC ബുക്ക് ചെയ്ത് നമ്മുടെ എറണാകുളത്ത് നിന്ന് ഞാൻ മൂന്നാറിലേക്ക് ഫസ്റ്റ് ബുക്ക് ചെയ്തു. എന്നിട്ട് മൂന്നാറിൽ നിന്ന് സൂര്യനെല്ലിക്ക് 10 മണിക്ക് അങ്ങാണ്ട് ഒരു ബസ് ഉണ്ടായിരുന്നു. അവിടെ ചെക്ക് ഇൻ ചെയ്യേണ്ട 2 മണിക്കായിരുന്നു. എന്നിട്ട് പിറ്റേ ദിവസം 11 മണിയാകുമ്പോൾ ചെക്ക് ഔട്ട് ആവും. അപ്പോൾ അതിനിടയ്ക്ക് കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. ജീപ്പ് റൈഡ് ഉണ്ട്, കുളുകുമല ട്രക്കിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ കുറേ കാര്യങ്ങൾ ആക്ടിവിറ്റീസൊക്കെ ഉള്ളതുകൊണ്ട് എന്താ പറയുക, ബോറാവത്തില്ലെന്നൊക്കെ വിചാരിച്ച് പോയതാണ്. വിചാരിച്ച പോലെ സക്സസ് ആയി. അതും എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ, ഒറ്റയ്ക്കുള്ള വൈബ്. പിന്നെ ഓക്കെ ആയി. ഇതാട്ടോ സ്ഥലം. വാവ്, മഴ. ഞാൻ ഇറങ്ങിയതെന്നല്ല, മഴ പെയ്തു. പനിയായി, പക്ഷെ നല്ല രസമുണ്ട് കാണും. ഭയങ്കര ഇഷ്ടമായി. ഞാനിങ്ങനെ ക്യാമറ നീട്ടി പിടിച്ചാൽ മഴ കൊള്ളും. പിന്നെ രസമായി ഇവിടെയൊക്കെ കാണാൻ. നിറച്ച് മറ്റേ തേയിലയാണ്, അതല്ലോ ഏലക്കാത്തോട്ടാണ്. തിരി എത്ര ഓടാം എന്തോ. അങ്ങനെ ടെൻറ്റിലെത്തി കേട്ടോ. പക്ഷേ എനിക്ക് അവിടെ ഞാൻ ഫസ്റ്റ് ചെക്ക് ഇൻ ചെയ്യാൻ വന്നപ്പോൾ എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ട് തോന്നി. കാരണം ഞാൻ ഒറ്റയ്ക്ക് അധികം പോയിട്ടില്ലാത്തതുകൊണ്ട് എന്തോ ഒരു ഫീല്. ആരെങ്കിലും വർത്താനം പറയാൻ ഉണ്ടായിരുന്നെങ്കിൽ ഇടയ്ക്ക് തോന്നി. പിന്നെ എനിക്ക് ഓക്കെ, കാരണം നല്ല രസമുള്ള സ്ഥലം, ഒറ്റയ്ക്ക് ഇരുന്നിങ്ങനെ കാണാം. പിന്നെ ടെൻറ്റ് റെഡി ആയിട്ടില്ലായിരുന്നു, അവർ ക്ലീൻ ആക്കുമായിരുന്നു. എനിക്ക് കൊണ്ട് കാണിച്ചപ്പോൾ എൻ്റെ ഒരു സ്പേസ് കിട്ടി. അങ്ങനെ ഒരു ഫീല് അടിപൊളിയായിട്ടുണ്ട്. നല്ല വ്യൂ ആണ്. ഇപ്പം അന്നപ്പോൾ അധികം തണുപ്പൊന്നും ഇല്ലായിരുന്നു, പക്ഷെ ഇപ്പം നല്ല തണുപ്പുണ്ട്. എന്നുവെച്ചാൽ ഒരുപാടൊന്നും ഇല്ല, എനിക്ക് സഹിക്കാൻ പറ്റില്ല. എനിക്ക് ഒരുപാട് പറ്റത്തേ ഇല്ല. രാത്രിയാകുമ്പോൾ നല്ല തണുപ്പായിരിക്കും എന്നാണ് പറയുന്നത്. ഇതിനകത്ത് ഇതൊക്കെ കാണിച്ചു തരാം. ഇവർ പറഞ്ഞ ഒരു ബെഡുള്ള ടെൻറ്റാണ് എനിക്കുള്ളത്, കാരണം ഞാൻ ഒറ്റയ്ക്കല്ല വന്നത്. പക്ഷേ ഇവരിപ്പോൾ 3 പേർക്ക് കിടക്കാവുന്ന വലിയ ബെഡ് എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ രാത്രി ലൈറ്റൊന്നും ഉണ്ടായിരിക്കത്തില്ല, അഡ്വഞ്ചറസ് അല്ലെന്നാണ് പറഞ്ഞത്. പിന്നെ പുറത്ത് 2 സ്വിച്ച് കൊടുത്തിട്ടുണ്ട് ചാർജ് ചെയ്യാൻ. പക്ഷെ ഞാൻ വന്നപ്പോൾ ഇപ്പോൾ ഓണാക്കിയപ്പം അത് ഓണാവുന്നില്ല. അവർ റെഡിയാക്കി തരാമെന്നൊക്കെ പറഞ്ഞു. പിന്നെ അടിപൊളി ഫുഡാണെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. വൈകിട്ടാകുമ്പോൾ 4 മണിക്കൊരു ട്രക്കിംഗ് ഉണ്ട്, സൺസെറ്റിൻ്റെ ആണെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് എന്താ തിരിച്ച് 7 മണിയാകുമ്പോൾ വരും. എന്നിട്ട് ചായയും സ്നാക്സൊക്കെ കഴിക്കും. എന്നിട്ട് എന്നാ അങ്ങനെയൊക്കെ എക്സൈറ്റഡ് ആണ്. എനിക്കറിയത്തില്ല, ഇപ്പം ഞാൻ ഓക്കെയാണ്. ആദ്യം വന്നപ്പം നല്ല ഭംഗിയുള്ള സ്ഥലത്തോടെയൊക്കെ ഇറങ്ങി വന്നു, ഏലക്കാത്തോട്ടത്തിലൂടെ. പക്ഷെ ഇപ്പോൾ എനിക്കൊരു ഇപ്പമല്ല, അത് കഴിഞ്ഞിട്ട് ബുക്ക് ചെയ്യാൻ നേരത്തെ എനിക്കൊരു എന്തോ ഫീൽ. കുറേ അവരൊക്കെ ഇങ്ങനെ ഫ്രണ്ട്സായി ഫാമിലി ആയിട്ടൊക്കെ വന്നത്. ഞാൻ ഒറ്റയ്ക്ക് വന്നപ്പോൾ എന്തോ ഒറ്റപ്പെട്ടു പോകും. അങ്ങനെയൊക്കെ കുഴപ്പമില്ലായിരിക്കും. എല്ലാവരും ഇങ്ങനെ ചിരിച്ചൊക്കെ കാണിക്കുന്നുണ്ട്. ഞാനിങ്ങനെ ഇപ്പോൾ ടെൻറ്റിൽ കിടക്കുക കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷം. ചുമ്മാ പെട്ടെന്ന് ആലോചിച്ച് ഇറങ്ങി വന്നതാ. പിന്നെ 2 ദിവസം അവധിയുണ്ട്, സ്റ്റാഫൊന്നും വരത്തില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു സോളോ ട്രിപ്പ് നല്ലതല്ലേ, എങ്ങനെയാണെന്നൊക്കെ അറിയാൻ പറ്റും, എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ പറ്റുമല്ലോ എന്നൊക്കെ വിചാരിച്ച് ഇറങ്ങിയതാണ്. നല്ലതായിരിക്കട്ടെ. ഇതുവരെ വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ വന്നു കേട്ടോ. ഇവിടുത്തെ സ്റ്റാഫൊക്കെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ആളുടെ പേരെനിക്കറിയില്ല. ആളെനിക്ക് വഴിയൊക്കെ പറഞ്ഞു തന്നു, കൂടായിരുന്നു. സെറ്റാണ്. ഞാൻ ഈ ടെൻറ്റിൽ ഇതും വ്യൂ ഒക്കെ ഞാൻ കാണിക്കാം കേട്ടോ. താഴെ ഫാമിലിയാണ്, അവരെന്നെ നോക്കിക്കൊണ്ട് തെറ്റിരിക്കുകയൊക്കെയാണ്. ഞാൻ ഒറ്റയ്ക്ക് വന്നതിൻ്റെ ആയിരിക്കും. അങ്ങനെ സന്തോഷം. ഇങ്ങനെ മര്യാദയ്ക്കല്ലാതെ ഇങ്ങനെ ക്യാമറയ്ക്കകത്ത് കയറി എന്നാണ് സംസാരിക്കുന്നത്. ഇപ്പം ഞാൻ ഈ ടെൻറ്റ് എനിക്ക് തന്ന കോലം ഞാൻ കാണിച്ചു തരാം. ഞാൻ
ക്ലീൻ ആക്കിയാൽ ഇനി എൻ്റെ ഒരു സ്പേസ് ആക്കി ഞാൻ മാറ്റാൻ പോകാൻ ഞാൻ കൊണ്ടുവന്ന സാധനമൊക്കെ വെച്ചിട്ട് അങ്ങനെ ഞാൻ ചുമ്മാ കാണിക്കാവേ. സ്നാക്സ് ഒക്കെ പെയ്യുന്നുണ്ട്. രാത്രിയാകുമ്പോൾ ഇവിടെ ഇങ്ങനെ എന്താ ഇതിലൊക്കെ ലൈറ്റ് ഇടും, ഇതിലൊക്കെ ലൈറ്റ് ഇടും, പക്ഷെ നമുക്ക് കിട്ടൂല. അങ്ങനെയല്ല, അകത്ത് കിട്ടൂല. പിന്നെ ഇതെപ്പോഴും മഴയാണെങ്കിൽ അടച്ചിടണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അടച്ചിട്ടേക്കാം. മഴ കൂടാൻ ചാൻസ് ഉണ്ട്.
ഇന്നലത്തെ എൻ്റെ റൂമായിരുന്നു. എനിക്ക് ബൈ പറയാൻ സമയം വിഷമമുണ്ട്. ലാസ്റ്റായിട്ടൊന്ന് കിടന്നേക്കാം. ഇവിടെ ലാസ്റ്റ് ഞാൻ ഇന്നലെ കിടന്ന റൂമല്ല, ഇന്ന് രാത്രിയിലോ അങ്ങനെ. അപ്പം ഇവിടുന്ന് വെക്കേറ്റ് ചെയ്യല, ചെക്കൗട്ട് ചെയ്യുവാണ്. സോ ഹാപ്പി. നല്ല ട്രിപ്പായിരുന്നു കേട്ടോ. ഇന്നലെ വന്നപ്പോൾ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇപ്പോൾ ഈ പോകാൻ കുറച്ച് മടി. പക്ഷെ പോകുമ്പോഴല്ലേ ഒരു സുഖം. നല്ല ഇതിനെ മിസ് ചെയ്യത്തുള്ളൂ.